നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും സമൃദ്ധവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മലയാളികൾ ജാതിമത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു. സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും തിരുവോണം നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നതാണ് വിശ്വാസം. ഓണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം മഹാബലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത്തപ്പൂക്കളമിട്ട് ഓണസദ്യ വിളമ്പി ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കുന്നു. ഒത്തുചേരലിന്റെയും സൗഹാർദ്ദത്തിന്റെയും വലിയ അവസരമാണല്ലോ ഓണാഘോഷം. പുലിക്കളി, വള്ളംകളി, കൈകൊട്ടിക്കളി എന്നിവയെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. ആഭാരവൃദ്ധ ജനങ്ങളും പ്രായഭേദമന്യേ ഓണവിനോദങ്ങളിൽ പങ്കുചേരുന്നു. അതിനാൽ തന്നെ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിയുന്ന ആഘോഷമാണ് ഓണം. വിടവെടുപ്പുത്സവം എന്നും ഓണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഓണം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും പൂത്തു നിൽക്കുന്ന മുക്കുറ്റിയും തുമ്പയും പാറി നടക്കുന്ന ഓണത്തുമ്പികളുമാണ്. എന്നാൽ ഇന്നോ പ്രളയത്തിൽ നശിച്ചുപോയ കൃഷിയിടങ്ങളും ഉരുൾപൊട്ടലിൽ മറിഞ്ഞുപോയ ഗ്രാമപ്രദേശങ്ങളുമാണ് ഓണക്കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയും പ്രകൃതി വസിക്കുന്ന ജീവജാലങ്ങളും സംരക്ഷിക്കാവുന്നത് നമ്മുടെ കടമയാണ്. ഓണക്കോടി ഉടുത്തത് കൊണ്ടോ പൂക്കളം ഒരുക്കിയത് കൊണ്ടോ മാത്രമല്ല, പ്രകൃതിയെ നശിപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാവേലി തമ്പുരാന്റെ കാത്തിരിക്കാം. ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും വലിയ സന്ദേശമാണല്ലോ ഓണാഘോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.